രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. മഹാരാജാവ് ക്രൂരമായിരിക്കുന്ന ആ വധത്തെക്കുറിച്ച് ചിന്തിച്ച് ആ മുനികുമാരന് തപസ്വിയായ ആ യൗവനത്തിലേക്ക് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ താൻ ക്രൂരമായി വധിച്ചതിനെ കുറിച്ച് ചിന്തിച്ച്, മനഃപൂർവ്വമല്ലെങ്കിലും അത് ക്രൂരം തന്നെയാണല്ലോ, ധർമാത്മാവായ രാജാവ് ദശരഥൻ വിലപിച്ചുകൊണ്ട് കൗസല്യയോട് ഇങ്ങനെ പറയുകയാണ്: തദജ്ഞാനാൻ മഹത്പാപം കൃത്വ സങ്കുലിതേന്ദ്രിയ ഏകസ്ത്വ അചിന്തയം ബുദ്ധ്യ കഥം ന സുഹൃതം ഭവേത്. അറിയാതെയാണ് ആ മഹാപാപം താൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ അതിൻ്റെ പ്രവർത്തനക്ഷമതയെ നഷ്ടപ്പെട്ട് എല്ലാം കൂടി കുഴഞ്ഞ് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ ചിന്താപരമായിരിക്കുന്ന ആ ശേഷി നഷ്ടപ്പെട്ട് ഇങ്ങനെ പരിഭ്രമിക്കുന്ന അളവില് അവിടെ സഹായിക്കാൻ ഉപദേശിക്കാൻ വേറെ ആരും തന്നെ ഇല്ല സമീപത്ത്. അപ്പോൾ താൻ തന്നെ തൻ്റെ ബുദ്ധിയെ പരമാവധി പരിശ്രമത്താൽ അതിനെ ഏകാഗ്രമാക്കാൻ ശ്രമിച്ച് ഇങ്ങനെ ചിന്തിച്ചു: വലുതായിട്ടുള്ള അബദ്ധം പിണഞ്ഞു പോയിരിക്കുന്നു, അതിനെ അതല്ലാതാക്കി തീർക്കാൻ യാതൊരു മാധ്യമവുമില്ല, യാതൊരു മാർഗവുമില്ല. ആ പാപത്തെ, ആ മുനികുമാരൻ മരിച്ച ആ സംഭവത്തെ, മുനികുമാരൻ ജീവനോടുകൂടിയിരിക്കുന്ന ആ നിമിഷങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഇനി സാധ്യമല്ല. നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഈ സാഹചര്യങ്ങളിൽ എന്തു ചെയ്താലാണ് നന്മയുണ്ടാവുക എന്ന് തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. ആ മുനികുമാരൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളെ, മാതാപിതാക്കളെ അവരിരിക്കുന്ന ആശ്രമത്തിൽ ചെന്ന് കണ്ട് അവരോട് നടന്ന സംഭവങ്ങൾ പറയുകയാണ് നല്ലത്, അതാണ് ധാർമ്മികമായിട്ടുള്ളത് എന്ന് തോന്നി. ദശരഥൻ പറയാണ്: തതസ്ഥം ഘടമാദായ പൂർണ്ണം പരമവാരണ. ആ കുടത്തെ എടുത്തു, അത് ആ മണ്ണില് വീണ് കിടക്കുകയായിരുന്നു. നേരത്തെ കുമാരൻ നിറച്ചതായ വെള്ളം മുഴുവൻ നാലുപാടും ചിതറിപ്പോയിരുന്നു. ആ കുടത്തെ എടുത്ത് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണെല്ലാം ദൂരീകരിച്ച് വളരെ വേഗത്തിൽ ആ നദിയിലിറങ്ങി തെളിവുറ്റതായ വെള്ളം അതിൽ കോരിയെടുത്തിട്ട് അവിടെ നിന്നിട്ട് ആ വൃദ്ധന്മാരിരിക്കുന്നതായ ആശ്രമത്തിലേക്ക് പോകാനായി തുടങ്ങി. അതിനുള്ള വഴി ആ ബാലകൻ പറഞ്ഞു തന്നിരുന്നല്ലോ. ആ പറഞ്ഞ പ്രകാരത്തിൽ ആ ഒറ്റയടിപ്പാതയിലൂടെ വളരെ വേഗത്തിൽ ചെന്നപ്പോഴേക്കും തത്രാഹം ദുർബലാവന്ധോ വൃഥാ അപരിണായകോ അപശ്യം തത്ര പിതരോ ലൂലപക്ഷാവിവദ്വിജൗ. ചിറക് നഷ്ടപ്പെട്ടു പോയ, ചിറകരിഞ്ഞു പോയ പക്ഷികളെ പോലെ ഇരിക്കുന്ന ആ രണ്ട് വൃദ്ധരെയും താൻ കണ്ടു. പക്ഷി എന്നുള്ള പേര് തന്നെ പക്ഷങ്ങൾ ഉള്ളത് കൊണ്ടുണ്ടായതാണ്. പക്ഷിയുടെ ആശ്രയം പക്ഷങ്ങളാണ്. അതില്ലെങ്കിലോ അതിന് ജീവിക്കുക സാധ്യമേ അല്ല. ആ പക്ഷങ്ങൾ നശിച്ചു പോയാലോ, തകർന്നു പോയാലോ, നഷ്ടമായി പോയാലോ അതിന്റെ സകലതും കഴിഞ്ഞു. അങ്ങനെയുള്ള ആ പക്ഷിയെ നമ്മൾ ഈ രാമായണത്തിൽ തന്നെ അങ്ങനെ ഒരു പക്ഷിയെ കാണുന്നുണ്ട്. ചിറകുകളും ശരീരത്തിലുള്ള മുഴുവൻ
തൂവലുകളും കരിഞ്ഞു പോയ ഒരു പക്ഷേ സമ്പാദിയെ നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിന്റെ അവസാനം കാണും. വാനരന്മാർ സമുദ്രതീരത്ത് എത്തിച്ചേരുമ്പോൾ ആ പക്ഷിയുടെ അവസ്ഥ അത് വളരെയേറെ ശോചനീയമാണ്. ഏതൊരു പക്ഷിക്കായാലും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള പക്ഷികളെ പോലെ ഇരിക്കുന്ന ആ രണ്ട് വ്യക്തികളെ ഞാൻ കണ്ടു ആ ആശ്രമത്തില്. അവർ അങ്ങേയറ്റം ദുർബലരാണ്. ദുർബലവും ശാരീരികമായ ക്ഷമത പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയതായ അവസ്ഥയിലാണ്. സ്വന്തമായിട്ട് അവർക്ക് യാതൊന്നും ചെയ്യാനായിട്ട് ശേഷിയില്ല. പോരാത്തതിന് കൂനിൽ മേൽ കുരു പോലെ അന്ധർ കൂടിയാണവർ. അന്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് ശാരീരിക ക്ഷമത മറ്റെല്ലാ അംശങ്ങളിലും ഉണ്ടായി എന്ന് വന്നാൽ പോലും അവർക്ക് കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടുകളുണ്ട്. പലരുടെയും സഹായവും വേണ്ടിവരും. ഇവരാകട്ടെ ശാരീരികമായി ദുർബലർ, പോരാത്തതിന് കാഴ്ചയില്ലാത്തവർ, പിന്നെയോ വൃദ്ധവും. പ്രായത്തിൻ്റെതായ കെടുതികള് ആ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പത്തിൽ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നാൽ പോലും വാർദ്ധക്യം ബാധിക്കുമ്പോഴേക്കും ശരീരത്തിന്റെ ക്ഷമതകളെല്ലാം പല പ്രകാരത്തില് ഒന്നൊന്നായിട്ട് കുറഞ്ഞു വരും. അങ്ങനെ പ്രായത്തിന്റെ ആധിക്യം മൂലം ആകെ ദുർബലരായി തീർന്നവർ. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആ ആശ്രമത്തിൽ ആകെ ഒരു സഹായിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവരുടെ മകനായിരുന്നു. ആ മകനെയാണ് അവൻ അച്ഛനമ്മമാർക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്ന അവസരത്തില് താൻ അമ്പ് ചെയ്ത് കൊന്നത്. അങ്ങനെ സഹായത്തിനായിട്ട് ആരും ആ മേഖലയിലെങ്ങുമില്ലാതെയായിട്ട് ചിറക് നഷ്ടപ്പെട്ട പക്ഷികളെ പോലെ ഇരിക്കുന്ന പിതരവും ആ രണ്ട് രക്ഷകർത്താക്കളെയും മാതാവിനെയും പിതാവിനെയും, അതാണ് പിതരവും, മാതാവും പിതാവും. ആ മാതാപിതാക്കളെ, ആ കുമാരന്റെ മാതാപിതാക്കളെ ഞാൻ അവിടെ കണ്ടു. അവര് ആ ബാലകനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവരുടെ ഏക ആശ്രയം ആ ബാലകനാണ്. ആ ആശ്രയത്തെയാണ് താൻ ഇതാ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. ശോകോ ഉപഹതചിത്തശ്ച ഭയസന്ത്രസ്തചേതനഃ തച്ച ആശ്രമപദം ഗത്വാ ഭൂയ ശോകമഹംഗത. ആ ബാലകനെ അമ്പെയ്തു കൊന്നു. ആ ബാലകന്റെ കരച്ചിൽ കേട്ടു. ആ നിമിഷം മുതൽ തന്റെ മനസ്സ് ആകെ ദുഃഖിതമായി കഴിഞ്ഞിരിക്കുന്നു. ആ ബാലകന്റെ വാക്കുകളും ആ രൂപവും ഒക്കെ അറിയുന്നതോടുകൂടി സകല ധൈര്യവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രാജാവിന്റെ മനസ്സ് അങ്ങേറ്റം ധർമ്മബുദ്ധി നിറഞ്ഞതായതുകൊണ്ടാണ് ഈ അവസ്ഥ രാജാവിൽ ദുഃഖമുണ്ടാക്കിയത്. എന്നാൽ വേറൊരു പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്, രാക്ഷസീ ബുദ്ധികളായിട്ടുള്ള ആളുകൾ. അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ അതില് അവർക്ക് യാതൊരു ചിന്തയുമില്ല. അത് നടന്നുകൊള്ളട്ടെ, എന്തിന് ഈ രാത്രിയിലൂടെ വെള്ളമെടുക്കാൻ വന്നു, അല്ലെങ്കിൽ തന്നെ ഇതിനെല്ലാം ഉള്ള അധികാരം എനിക്കുണ്ട് എന്നതായിരിക്കും അവരുടെ മട്ട്. അവർക്ക് പിന്നെ ദുഃഖമില്ല, പിന്നെയോ വിജയോന്മാദമായിരിക്കും. ഇതങ്ങനെയല്ല. രാജാവിന്റെ ധാർമ്മികതയെയാണ് അദ്ദേഹത്തിന്റെ ഈ ദുഃഖം നമ്മോട് വിളിച്ച് ഓതുന്നത്. അങ്ങനെ ദുഃഖം മൂലം ആകെ തളർന്നു പോയ മനസ്സോടുകൂടിയവനായിട്ട്, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവനായിട്ട്, പോരാത്തതിന് ഭയസന്ത്രസ്ത ചേതന, ഭയം മൂലം തന്റെ ചൈതന്യം മുഴുവൻ, ബുദ്ധിശക്തി മുഴുവൻ, പ്രാണശക്തി മുഴുവൻ, അതേപോലെ അറിവിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആകെ വിറയ്ക്കുന്നു തന്റെ ഹൃദയം. ഒന്ന്, താൻ ചെയ്തു പോയതായ അധർമ്മം ഉളവാക്കിയതായ ഭയം. ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള തിരിച്ചടിയുണ്ട്. ഏതൊരു കർമ്മവും ചെയ്ത ആളിലേക്ക് തന്നെ വരും. ദുഷ്ടകർമ്മമാണെങ്കിൽ തിരിച്ചടി ഉറപ്പാണ്, അതിൻ്റെതായിട്ടുള്ള തിരിച്ചടി. തന്മൂലം ഉണ്ടാകുന്ന ഭയം. പിന്നെയോ ആ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ ദുഃഖത്തിൽ നിന്ന് വന്നു ചേരാവുന്നതായ ഭയം. ഇങ്ങനെയുള്ളതായ ഭയങ്ങളാൽ ആകെ ദുഃഖിതനായിട്ട്, ആകെ തകർന്നു പോയവനായിട്ട് ഞാൻ ആ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ ഈ രണ്ട്
വ്യക്തികളെയും അച്ഛനമ്മമാരെയും അവിടെ ഇങ്ങനെ നിരാധാരരായിട്ട് ആരും സഹായിക്കാനില്ലാതെ അവർ തളർന്ന് ഇരിക്കുന്നത് കണ്ടിട്ട് ഭൂയ ശോകമഹങ്കത, എനിക്ക് വർദ്ധിച്ചതായ ദുഃഖം വീണ്ടും ഉണ്ടായി. ഞാൻ വളരെ വേഗത്തിൽ അങ്ങോട്ട് നടന്നെടുക്കുകയായിരുന്നു ഈ ഭയസംഭ്രമങ്ങളോട്. അപ്പൊ എന്റെ കാൽപെരുമാറ്റം അവർക്ക് കേൾക്കാം, അവർക്ക് കാഴ്ചയില്ല, പക്ഷെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കുറെയെങ്കിലും. അത് ശബ്ദം കേട്ടിട്ടാണ്. പദശബ്ദം തുമേ ശ്രുത്വ മുനിർ വാക്യമഭാഷത. എന്റെ കാൽപെരുമാറ്റം കേട്ടിട്ട് ആ മുനി ഉടനെ തന്നെ ചെല്ലുന്ന എന്നോട് വിളിച്ചു ചോദിച്ചു. അദ്ദേഹം ചെല്ലുന്നത് മകനല്ല, ചെല്ലുന്നത് രാജാവാണ്. മകന്റെ അവസ്ഥ ദുരന്തപൂർണമാണ്. ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മകൻ വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. ഏറെ നേരമായിരിക്കുന്നു മകൻ അവിടെ നിന്നിട്ട് വെള്ളമെടുക്കാൻ പോയിട്ട്. അതുകൊണ്ടുള്ളതായ പരിഭ്രമം അവർക്കുണ്ട്. രാത്രിയാണ്, കാടാണ്, ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞതാണ്, വിപത്തുകൾ പല പ്രകാരത്തിലുണ്ട്, വരാൻ വൈകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പല ഭയങ്ങളുമുണ്ട്. ഏതായാലും ഇതാ മകൻ വരുന്ന ശബ്ദം എന്ന് അവർ ധരിച്ചു. ഉടനെ തന്നെ വിളിച്ചു ചോദിച്ചു വൃദ്ധനായിരിക്കുന്ന ആ തപസ്സി, കിം ചിരായസമേ പുത്ര പാനീയം ക്ഷിപ്രമാനയ. അല്ലയോ കുഞ്ഞെ, അല്ലയോ മകനെ, നീ എന്തുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസം ഉണ്ടാക്കിയത്? എത്രയും വേഗം മടങ്ങി വരേണ്ടതല്ലേ? വേഗത്തിൽ വെള്ളം കൊണ്ടുവരൂ. ആ അച്ഛൻ കുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞു.